എൻ്റെ പേര് സ്റ്റെനോ, മരുതോങ്കര ഇടവഴിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കല്ലുപ്പിട്ട് വീട് നിറച്ചും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പം മമ്മി എപ്പോഴും വെള്ളം ചൂടാക്കി കൊണ്ടേ ഒഴിക്കുമായിരുന്നു. പക്ഷേ വീട് നിറയെ ഉറുമ്പിൻ്റെ ശല്യമായിരുന്നു അല്ലേ? അന്നേരം തിളപ്പിച്ച് കൊണ്ടേ ഒഴിക്കുമായിരുന്നു, എന്നിട്ടും പോകുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം മമ്മി വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടേ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടു. അന്നേരം പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ അത് കാണുന്നില്ലായിരുന്നു. പിന്നെ ഒരിക്കലും അത് വന്നിട്ടില്ല. എത്ര നാളായി ഉറുമ്പ് ശല്യം മാറിയിട്ട്? ഇപ്പൊ 2-3 മാസമായി. കരമടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസലാണല്ലേ. ഭൂതോച്ചാരണ വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കുക. അതിനുശേഷം വലിയ വവ്വാലിൻ്റെ ശല്യം ഉണ്ടായിരുന്നു പ്ലാവില്. ചക്ക മൊത്തം വവ്വാല് തിന്ന് തീർക്കുമായിരുന്നു. അങ്ങനെ മമ്മി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് മുകളിലേക്ക് വീശുകയും ചെയ്തു. അതിൻ്റെ ചുറ്റും ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ അതും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ വന്ന് കൗൺസിലിംഗ് കൂടാൻ നേരത്ത് ഞാൻ സ്പെക്സ് വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ 13 വയസ്സ് മുതൽ സ്പെക്സ് വെക്കുമായിരുന്നു. കൗൺസിലിംഗ് ചൊല്ലി ചെന്നു. അവിടെ ചെന്ന് ബ്രദർ എന്നോട് പറഞ്ഞു, കർത്താവ് തൊടുന്നുണ്ട്, ഇനി മുതൽ കണ്ണാടി വെക്കേണ്ട കാര്യമില്ല, കർത്താവ് അനുഗ്രഹം തരുന്നുണ്ടെന്ന് പറഞ്ഞ് അന്നവെള്ളം തണ്ണിൽ തളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ബ്രദർ ഒരുപാട് ദൂരത്തേക്ക് ബൈബിള് വെച്ച് എന്നെക്കൊണ്ട് വായിപ്പിച്ചു. എന്നിട്ട് ഞാൻ അത് കൃത്യമായിട്ട് വായിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഇന്ന് പോകുന്നതിന് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകണം. കാണാൻ എനിക്ക് 2 കണ്ണ്, ഈ 3-4 മാസം മുമ്പ് ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ 2 കണ്ണിനും എനിക്ക് ഒരേപോലെ തീരെ കാഴ്ചയില്ല. നല്ലൊരു കയ്യടി കൊടുത്ത് കണ്ടോ, വലിയൊരു സൗഖ്യം ഈ കൗൺസിലിംഗ് ശുശ്രൂഷയിൽ കിട്ടിയതാണ് കേട്ടോ.